ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും, ചരിത്രം എന്നൊന്നും പറയണില്ല, എന്നാലും 6ാമത്തെ സീസൺ ബിഗ് ബോസ് 50 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും 15+ ആൾക്കാർ അതിൻ്റെ ഉള്ളുണ്ട്. അത് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് കഴിഞ്ഞ സീസണിലാണെങ്കിൽ മുമ്പത്തെ സീസൺ 50 ഡേയ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും കണ്ടസ്റ്റൻസ് നേർപകുതിയാവും. ഇപ്പം അതായിട്ടില്ല. ഇപ്പോഴും 15+ ആൾക്കാരുണ്ട്. അത് പോരാഞ്ഞിട്ട് ഗെയിമറായിട്ട് അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് ആര് വന്നിട്ടുണ്ട്? രതീഷും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലൈക്ക് ജാസ്മിൻ എന്തായാലും ഔട്ടാൻ പോകുന്നില്ല. കാരണം ടോപ്പ് 5 വരെയോ ഒക്കെ എത്താൻ ചാൻസ് ഉണ്ട്. ഷീസ് എ സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ്. അറ്റ് ദ സെയിം ടൈം ജാസ്മിനാണ് ആ ഗെയിം കൊണ്ടുപോകുന്നത്. ഒരുപാട് വിവാദങ്ങളൊക്കെ പുറത്ത് ജാസ്മിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി അറിയാൻ പറ്റിയത് വോട്ട് വളരെ കുറവ് നമ്മുടെ ഋഷിക്കും ഗബ്രിക്കുമാണ്. ഋഷി ക്യാപ്റ്റൻ ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഈ ഒരു ദിവസം കഴിഞ്ഞാൽ, അതായത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞാലേ അതിനകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഗബ്രിക്ക് വോട്ട് കുറവായിട്ട്, ഗബ്രിക്ക് നല്ല നെഗറ്റീവ് ഉണ്ട്, ഒരു കുണുവാവ് എഫക്റ്റാണ് ഗബ്രി പറഞ്ഞിട്ടുമുണ്ട്. നെഗറ്റീവിലൂടെ പോയിട്ടാണെങ്കിലും പ്രേക്ഷക ശ്രദ്ധ നേടിയാൽ മതി എന്നുള്ളത്, മാറ്റിപ്പിടിക്കാം എന്നുള്ളൊരു ടാഗ് ലൈനോട് കൂടി പോകുന്ന ബിഗ് ബോസ് സീസൺ 6 ഗബ്രി ഔട്ടായി എങ്ങനെ ഉണ്ടാവും? അതൊരു വലിയൊരു ഷോ ചേഞ്ച് ആണ്. കാരണം ഗബ്രി ഔട്ടായാൽ ഗബ്രി ഇല്ലാത്ത ജാസ്മിൻ്റെ ഗെയിം കാണാൻ എക്സൈറ്റഡ് ആണ്. ഗബ്രി ഇല്ലെങ്കിൽ ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നു. അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസും പ്രേക്ഷകരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ലോ ആയിട്ട് നിന്ന് കളിക്കുന്നവരുണ്ട്. പക്ഷേ ഗബ്രിക്കാണെങ്കിലും ഉള്ള ഒരു വോട്ട് കുറവ് വരാനുള്ള സാധ്യതയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ആളൊരു വെൽ പ്ലെയർ ഒന്നുമല്ല. ദേഷ്യം വന്നു കഴിഞ്ഞാലും ഒക്കെ ചില സമയത്ത് ആളെടുക്കുന്ന നിലപാടുകളും കാര്യങ്ങളും കുറച്ച് പാർഷ്യാലിറ്റിയും അല്ലെങ്കിൽ കുറച്ച് സൈഡ് ചേർന്ന് നിന്നിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്തവണത്തെ എവിക്ഷനിൽ ഒരാളല്ല, അവരുടെ ഒരു ടാർഗറ്റ് വൈസ് നോക്കിയിട്ട് ആ ഒരു കണക്ക് കണ്ടസ്റ്റൻസിൻ്റെ ടാലി ആവണമെങ്കിൽ നിങ്ങൾ 1, 2, 3, 4 പേരോ പോകണം. കാരണം 15+ ആൾക്കാർ അതിൻ്റെ ഉള്ളുണ്ട്. അപ്പം മിഡ് ഡിവിഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇത്തവണത്തെ എവിക്ഷനിൽ 2 പേര് പോകാൻ ചാൻസ് ഉണ്ട്. ആ എവിറ്റ് ആവുന്നതിൽ ഗബ്രി ഉണ്ടാവുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു നോമിനേഷൻ ഇതിൽ ആര് ഔട്ടാവുമെന്നാണ് നിങ്ങളുടെ ചിന്താഗതി? ആര് ഔട്ടാവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ.